دار قوم مؤمنين وإنا إن شاء الله بكم لاحقون. സലാം പറയും. എന്നിട്ട് പറയുന്നത് വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളിലേക്ക് ചേരാനുള്ളവരാണ്. ഞങ്ങളും ഇതുപോലെ മരിച്ച് ഖബറിൽ നിങ്ങളോടൊപ്പം കിടക്കാനുള്ളവരാണ്. ഇത് മരണത്തെ ഓർത്തു പറയേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞു ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്. നിങ്ങൾ എപ്പോഴും ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാണ്? ആ ഖബർ സിയാറത്ത് നിങ്ങളുടെ മരണത്തെ ഓർമ്മിപ്പിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു മയ്യത്തിന്റെ കൂടെ പോയി ജനാസയെ അനുഗമിച്ചു. ഖബറിലേക്ക് ജനാസയെ വെച്ച് മൂടുകല്ല് വെച്ച് 3 പടി മണ്ണ് വാരിയിടും. എന്താ ചൊല്ലുക? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. വിശുദ്ധമായ ദീൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മരണ വീടുകളിൽ നിന്ന് ഇത്തരം ഓർമ്മകൾ നഷ്ടപ്പെട്ടുപോയി. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വഅദിന്റെ മജ്‌ലിസ് എന്നാൽ മരണത്തിന്റെ വീടാണ്. നമുക്ക് ഏറ്റവും വലിയ ഉപദേശം നൽകേണ്ട വീട് മരണ വീടുകളാണ്. മരണത്തെക്കുറിച്ച് ഓർമ്മകൾ തരേണ്ട വീട് മരണ വീടുകളാണ്. ഇന്ന് മരണ വീടുകളിൽ നിന്ന് അത്തരം വഅദുകൾ നഷ്ടപ്പെട്ടുപോയി. വഅദ് എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയൽ മാത്രമല്ല, നമുക്ക് ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തരണം. മരണത്തിന്റെ വീടുകളിൽ നിന്ന് ഭൗതികമായ സംസാരങ്ങൾ നിറഞ്ഞുപോയി. മരണ വീടുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ പറമ്പ് കച്ചവടം നടത്തുന്നത്, ഭൗതികമായ സംസാരങ്ങൾ സംസാരിക്കുന്നത്. മയ്യത്ത് അപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഇപ്പുറത്ത് നിന്ന് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. മരണ വീടുകളിൽ നിന്ന് അത്തരം ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ യൂണിറ്റിൽ നമ്മളൊരു പാതിരാ വഅദ് വെച്ചപ്പോ ഇവിടെ മരണത്തെ കുറിച്ച് പറയാൻ ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചു. ഇന്നിങ്ങനെ പാതിരാ വഅദുകൾ നമ്മുടെ നാടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പണ്ട് കാലങ്ങളിൽ റമദാനിൽ തറാവീഹ് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന പാതിരാ വഅദുകൾ ഉണ്ടായിരുന്നു. ആ പാതിരാ വഅദുകളിൽ മരണത്തെ കുറിച്ച് പറയാൻ ഒരു ദിവസം മാറ്റിവെച്ചിരുന്നു. അങ്ങനെ എത്രയെത്ര വഅദുകളാണ് മരണത്തെ കുറിച്ച് പറഞ്ഞത്. ആ മരണത്തെ കുറിച്ച് പറഞ്ഞ് എത്രയെത്ര കണ്ണുകളാണ് കണ്ണുനീര് ഒഴുകിയത്. ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മകളുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്ര ആളുകളാണ് പിരിഞ്ഞു പോയത്. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ മരണത്തെ കുറിച്ച് പറയുന്നു, അതിന്റെ ഓർമ്മകളിൽ ഇരിക്കുന്നു. ഇത് കാരണം നമ്മുടെ മരണം അല്ലാഹു നന്നാക്കി തരട്ടെ. ഇത്രയും സമയം നമ്മൾ ഇരിക്കുന്നത് കാരണം അതൊരു ഈമാനുള്ള മരണത്തിന്റെ കാരണമാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, എല്ലാ ഘട്ടങ്ങളിൽ നിന്നും മരണം എടുത്തുപോയി. ഒരു മയ്യത്തിന്റെ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നത് എന്തിനാണ്? ആ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, ഇന്ന് ഇയാളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നാളെ ഇതേപോലെ ഈ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് വട്ടിൽ ചുമന്നു കൊണ്ടുപോകേണ്ടത് എന്നെയാണ്. ഇതിലാരൊക്കെ എന്റെ കൂടെ എങ്ങനെ വരുമെന്നറിയില്ല. നാളെ ഈ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകേണ്ടത് എന്നെയാണ്. പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് പള്ളിയിൽ കിടത്തുമ്പോൾ ആ മയ്യത്തായി ഞാനും നാളെ കിടക്കേണ്ടതാണ് എന്ന ഓർമ്മ നമുക്ക് വേണം. അതുപോലെ നമ്മളെയും ഒരു ദിവസം കിടത്താനുള്ളതാണ്. നമ്മളെ കിടത്തിയിട്ടും പള്ളിയിലെ ഉസ്താദ് പറയും, ഈ മയ്യത്തിന് എന്തെങ്കിലും ബാധ്യത ആരെങ്കിലും തീർക്കാറുണ്ടെങ്കിൽ അത് മക്കളെ ഏറ്റെടുത്തിരിക്കുന്നു, സഹോദരങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് മറ്റൊരാളെ പറ്റി പറഞ്ഞാൽ അത് നാളെ എന്നെ പറ്റി പറയാനുള്ളതാണ് എന്ന ബോധം നമുക്ക് വേണം. ഒരു മയ്യത്ത് നമ്മളിങ്ങനെ കാണുമ്പോ അല്പസമയം മുമ്പ് വരെ അയാൾ കൈകാലുകൾ അനക്കിയിരുന്നു. പക്ഷേ റൂഹ് പോയി കഴിഞ്ഞപ്പോ അയാൾ കൈയും കാലും അനക്കണമെന്ന് വിചാരിച്ചാലും അനക്കാൻ കഴിയൂല. അതുപോലെ ഒരിക്കൽ നമ്മളും കിടക്കേണ്ടതാണ്, ഞാനും ഇതുപോലെ കിടക്കേണ്ടതാണല്ലോ എന്നൊരു മയ്യത്ത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വേണം. കുറച്ചു സമയം മുമ്പ് അയാൾ എന്തൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അയാളുടെ വസ്ത്രം മറ്റൊരാൾ തൊട്ടാൽ അത് സമ്മതിക്കാത്ത ആളാണ്. ഇനി അയാൾക്ക് അതിനൊന്നും കഴിയില്ല. അതുപോലെ എനിക്കും ഒരു സമയം വരാനുണ്ട് എന്ന് ഓരോ മരണ വീട്ടിലും പോകുമ്പോ, ഓരോ ജനാസയും കാണുമ്പോ, ഓരോ ജനാസയും അനുഗമിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ മരണത്തെ
മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ ജീവിക്കണം. ആ മരണത്തെക്കുറിച്ച് ഏത് സമയത്തും ആ ഓർമ്മയിലൂടെ ഇങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുന്നു. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് എല്ലാ സമയത്തും. മരണത്തിന്റെ മരിച്ച വീടുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭൗതികമായ സംസാരത്തിലാണ്. വൈദ്യത്തിന്റെ കൂടെ അനുഗമിക്കുമ്പോൾ അപ്പോഴും ഭൗതികമായ സംസാരത്തിലാണ്, അല്ലെങ്കിൽ ഫോണിലാണ്. നമുക്ക് ചിരിയും കളിയും ഒക്കെയാണ്. ഖബറിന്റെ സമീപത്ത് കൂടി പോകുമ്പോഴും നമ്മൾ പരസ്പരം ചിരിക്കുന്നു, കളിക്കുന്നു, മറ്റു ഭൗതികമായ സംസാരങ്ങൾ സംസാരിക്കുന്നു. ഈ രൂപത്തിൽ ഖൽബിൽ നിന്ന് മരണത്തിന്റെ ഓർമ്മകളെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാ സമയത്തും എന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുമെന്നുള്ള ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇന്നിപ്പോ നമ്മൾ തറാവീഹ് നിസ്കരിച്ചല്ലോ. ഈ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമുക്ക് ചിന്ത വേണ്ടത് എന്താണ്? ഇതെന്റെ അവസാനത്തെ തറാവീഹ് ആയിരിക്കുമോ എന്ന ചിന്ത വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, നിബിതങ്ങളുടെ അടുക്കലേക്ക് ഒരു അയറാബിയായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, യാ റസൂൽ, കുറച്ചെന്തെങ്കിലും ചെറിയൊരു ഉപദേശം നൽകൂ നബിയെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശം, ഇദാ ഖുംത ഇല സ്വലാത്തി ഫസല്ലി സ്വലാത്തൻ വദ്ഇ. നീ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്തയിലാണ്. ഓരോ നിസ്കാരത്തിലേക്കും നമ്മൾ നിൽക്കേണ്ടത്. നമ്മളിപ്പോ തറാവീഹ് നിസ്കരിച്ചു, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്തയിലായിരുന്നു നമ്മൾ നിസ്കരിക്കേണ്ടിയിരുന്നത്. നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് സുബ്ഹി നിസ്കരിക്കും. ആ സുബ്ഹി നിസ്കരിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ, ഇനി എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അല്ലാഹു ഒരു അവസരം നൽകുമോ എന്ന ചിന്തയിലാണ് ഓരോരുത്തരും നിസ്കാരത്തിലേക്ക് നിൽക്കേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നിസ്കാരവും ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ നിസ്കാരമായേക്കാം. ഓരോ രാത്രിയും നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയായേക്കാം. കഴിഞ്ഞ ദിവസം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരു സഹോദരൻ ഉമ്മകൾ ഈ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് പഠിപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ നിയമിച്ചു. ഉമർ തങ്ങൾ ഒരാളെ നിയമിച്ചു. എന്തിന്? ഉമറെ നീ മരിക്കും, ഉമറെ നീ മരിക്കും, ഉമറെ നീ മരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരാളെ നിശ്ചയിച്ചിരുന്നു. ശമ്പളം കൊടുത്തിട്ട് ഒരു ജീവനക്കാരെ നിയമിച്ചിരുന്നു. പിന്നീട് മൃഗങ്ങൾ തന്റെ തലയിലെ മുടി നരച്ചപ്പോ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചിട്ടു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇനി എനിക്ക് മരണത്തെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മരണത്തെ ഓർക്കാനുള്ള പള്ളിയിലെ മഹല്ലിലെ ഖബർസ്ഥാനിലേക്ക് ഒന്ന് പോയാൽ അവിടെ വ്യത്യസ്തങ്ങളായ അളവുകളിലുള്ള ഖബറുകൾ കാണും. ഒരേ അളവിലാണ് ഇവിടെ ഖബറുകൾ അല്ലല്ലോ. ഒരാളോ ചെറിയ ഖബറുകളില്ലേ, ചെറുതും വലുതും, അതിന്റെ ഇടയിൽ അളവുകളുള്ള എത്രയോ ഖബറുകളുണ്ട്. അത് നമ്മളോട് പറയുന്നത് എന്താണ്? മരണത്തിന് ചില പ്രായ വ്യത്യാസങ്ങളില്ല. ഏത് പ്രായത്തിലുള്ളവരും മരണത്തെ രുചിച്ചു നോക്കും. ഏത് പ്രായത്തിലുള്ളവരെയും മരണം രുചിച്ചു നോക്കും. മരണത്തിന് പ്രായ വ്യത്യാസങ്ങളില്ല. മരണത്തിന് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. ആരും മരണത്തെ രുചിച്ചു നോക്കുമെന്ന ബോധമാണ് നമുക്ക് ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ വേണ്ടത്. നമ്മുടെ ഖബർസ്ഥാനിലേക്ക് നമ്മളൊന്ന് കയറിയാൽ അവിടെ ചെറിയ കുട്ടികളുടെ ഖബറുകൾ നമ്മൾ കാണുന്നുണ്ട്, വലിയ ഖബറുകൾ നമ്മൾ കാണുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരത്തെയും മരണം രുചിച്ചു നോക്കുന്നതാണ്. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. അവിടെ ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ല. ഇന്നലെ വരെ വലിയ രമ്യഹർമ്മങ്ങളിൽ കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്നവരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ സമമാണ്. അയാൾക്ക് കഫം കൂട വാങ്ങുമ്പോ അയാൾ വലിയ പണക്കാരനാണ് എന്ന് കരുതിയിട്ട് നല്ല പൈസ കൊടുത്തിട്ടാരും കഫം കൂട വാങ്ങാറില്ല. പൈസക്കാരനായതുകൊണ്ട് പണക്കാരനായതുകൊണ്ട് കഫം പുടവയുടെ വില വർദ്ധിക്കില്ല. അയാൾക്ക് കുറച്ച് ഡെക്കറേഷനുള്ള കഫം പുടവ വേണമെന്നാരും പറയൂല. എത്ര
പണക്കാരനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവർക്കും കൊണ്ടുപോകാനുള്ളത് 3 കഷ്ണം തുണി തന്നെയാണ്. അത് ഏറ്റവും വില കുറഞ്ഞതാണ്. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങുന്നതാണ്. വലിയ ടെക്സ്റ്റൈൽസ് തിരഞ്ഞു പോകാറില്ല. കഫം പുടവ വാങ്ങാൻ നമ്മൾ വലിയ ഡെക്കറേഷൻ ഉള്ളത് തിരയാറില്ല. എല്ലാവർക്കും ഉള്ളത് ഒരേ അളവ്, എല്ലാവർക്കും ഉള്ളത് ഒരേ ക്വാളിറ്റി. എല്ലാവരും വാങ്ങുന്നത് താഴ്ന്ന കടയിൽ നിന്ന്. അവിടെ വ്യത്യാസങ്ങൾ ആരും നോക്കാറില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എനിക്കും നിങ്ങൾക്കുമുള്ള കഫം പുടവ നമ്മുടെ തൊട്ടടുത്ത കടയിൽ എത്തിയിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കുമുള്ള കഫം പുടവ നമ്മുടെ തൊട്ടടുത്ത കടയിൽ എത്തിയിട്ടുണ്ടോ? നമ്മൾ മരിച്ചാൽ ഇന്നയാള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മരണ വാർത്ത അറിയിക്കാനുള്ള ഫോട്ടോ നമ്മുടെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ടോ? എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഫോണിൽ നമ്മൾ ഇതിന് അവസാനമായി ഇന്നെടുത്ത ഫോട്ടോയായിരിക്കും. കോലം മാറും. നല്ലവരാണെങ്കിൽ നല്ല രൂപത്തിൽ വരും, സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ വരും. അതെല്ലാ ചീത്ത പ്രവർത്തനങ്ങളുമായി നടന്നവരാണെങ്കിലോ നമ്മൾ പേടിപ്പിക്കുന്നവരുടെ രൂപത്തിൽ വരും. ആ രൂപം ഇങ്ങനെ കിതാബുകളിൽ നമ്മൾ വായിക്കുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ, ആ രൂപത്തിൽ എങ്ങാനുമാണ് മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ മരണസമയത്ത് നമ്മൾ ബേജാറായി മരിക്കേണ്ടി വരും. മലക്കുൽ മൗത്തിന്റെ ഭീതിജനകമായ രൂപം കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർതുബി അവിടുത്തെ തദ്കിറയിൽ മരണത്തെ പറ്റി പറയുന്ന കിതാബിൽ പറയുന്നു, ഒരാൾ മരിക്കുമ്പോൾ അയാൾ വലിയ തീനാളങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടാകും. ശരീരം മുഴുവൻ ഇങ്ങനെ തീ കൊണ്ട് ജ്വലിപ്പിക്കുന്ന രൂപത്തിൽ, കണ്ണിൽ നിന്ന് തീജ്വാലകൾ പുറത്തേക്ക് വരുന്ന രൂപത്തിൽ, വലിയ തേറ്റകൾ കാണിച്ച് കറുത്ത രൂപത്തിൽ മലക്കുൽ മൗത്ത് വരുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ മലക്കുൽ മൗത്ത് വരുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സ്വീകരിക്കാൻ നല്ല നിലക്ക് നമ്മുടെ അടുക്കിലേക്ക് മലക്കുൽ മൗത്ത് വന്നു കിട്ടാൻ, അതിനാണ് നമ്മൾ ഇത്തരം മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത്. വിശുദ്ധ റമദാൻ അല്ലാഹു നമുക്ക് നൽകുന്നത്, ഒരുപാട് അവസരങ്ങൾ തരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ വർഷത്തെ റമദാൻ നമുക്ക് കിട്ടിയില്ലേ? ഈ റമദാനിനെ പ്രതീക്ഷിച്ചിരുന്ന എത്ര ആളുകൾ റമദാനിന്റെ കുറച്ചു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. ഈ റമദാൻ അല്ലാഹു നമുക്ക് നൽകിയത് എന്തിനാണ്? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ റമദാൻ നമുക്ക് കിട്ടിയപ്പോൾ അതിനർത്ഥം നമ്മളെ ആരെയും അല്ലാഹു കൈവിടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്നും കൈവിടിച്ചിട്ടില്ല. ഒരു റമദാൻ കൂടി തന്നു. ഒരു റമദാനിന്റെ രാപ്പകലുകൾ കൂടി അല്ലാഹു നമുക്ക് തന്നു. എന്തിന്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. അത് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. ഇനി വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത് റമദാനിൽ. ഈ റമദാനിൽ പൂർണ്ണമായി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ധാരാളം റമദാനുകൾ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ആ മരണത്തെ പറ്റി ഓർക്കാനുള്ള അവസരങ്ങളൊക്കെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ മരണത്തെപ്പറ്റി, മരണത്തിന്റെ അസഹനീയതയെപ്പറ്റി, ഭീതിജനകമായ മരണത്തിന്റെ അവസ്ഥയെപ്പറ്റി, മരണസമയത്ത് അനുഭവിക്കുന്ന വേദനയെപ്പറ്റി വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മരണം അതൊരു അസഹനീയമായ ഘട്ടമാണ്, ഒരു വേദനാജനകമായ ഘട്ടമാണ്. ജീവിതത്തിൽ നമ്മൾ ഇന്നുവരെ അനുഭവിച്ചതിന്റെ വേദനയുടെ എത്രയോ ഇരട്ടി അനുഭവിക്കേണ്ട ഘട്ടമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മരണത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം, വഖീല മൻ റാഖ്, ആരാണ് എന്നെ മന്ത്രിക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയം, മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന നിമിഷം. മലക്കുൽ മൗത്തിനെ എങ്ങനെ കാണുമ്പോ
ഞാൻ ഈ ലോകത്ത് നിന്നിതാ വിട പറയുന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളുടെ കണങ്കാലുകൾ തമ്മിൽ കൂടി കെട്ടിപ്പിടയുന്ന സമയം, കാലുകൾ തമ്മിൽ ഇങ്ങനെ ഉരസും, കണങ്കാലുകൾ തമ്മിൽ കെട്ടിപ്പിടയുന്ന സമയം, ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, അന്നേ ദിവസം നിന്റെ റബ്ബിലേക്കായിരിക്കും നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്നത്. ആരാരുമില്ലാത്തൊരു സമയം, രക്ഷപ്പെടുത്താൻ ആരുമില്ല, എന്നെ ആരെങ്കിലും ഒന്ന് മന്ത്രിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയം, കണങ്കാലുകൾ തമ്മിൽ കെട്ടിപ്പിണയുന്ന സമയം, അന്ന് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്നത് നിന്റെ റബ്ബിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. മരണത്തിന്റെ ഘട്ടം, ലോകത്ത് ഏറ്റവും അധികം വിഷമം സഹിച്ച ഒരു മരണം, ലോകം മുഴുവനും കരഞ്ഞ ഒരു മരണം, എല്ലാ ലോകത്തുള്ള മുഴുവൻ ജീവിജാലങ്ങളെയും സങ്കടത്തിലാക്കിയ ഒരു മരണം, അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണമാണ്. ലോകം മുഴുവനും കരഞ്ഞ മരണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൈമുക്കിയിട്ട് നബി തങ്ങളുടെ തലയിൽ, നബി തങ്ങളുടെ നെറ്റിയിൽ ഞാൻ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ രോഗശയ്യയിലായത് മുതൽ എല്ലാ ദിവസവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട്. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്ദർശിക്കുമ്പോൾ കൂടെ ആയിരക്കണക്കിന് മലക്കുകളുണ്ട്. കൂട്ടത്തിൽ പ്രധാനിയായ ഒരു മലക്കും കൂടെയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മലക്കിനെ മുത്തുനബി തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് നബിയേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മരണവിധ അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സമയം തൊട്ടടുത്ത് മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. നടത്തി ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിനെ പരിചയപ്പെടുത്തി. ഇനി മലക്കുൽ മൗത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ സമയമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കുക എന്ന ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കുന്ന സമയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോൾ പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗത ലസകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരണത്തിന് അസഹനീയമായ വേദനയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മരണം തുല്യമെന്ന് മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണത്തിന്റെ അസഹനീയമായ വേദനയെ പറ്റി നമുക്ക് സാക്ഷ്യപ്പെടുത്തി തന്നതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങൾ രുചിച്ച മരണം നാളെ ഞാനും നിങ്ങളും രുചിക്കാനുള്ളതാണ്. ലോകത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണമാണ്. മരണത്തിന്റെ ഘട്ടങ്ങളെ കൃത്യമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കിടക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന ഘട്ടത്തിൽ പറഞ്ഞത് ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് അസഹനീയമായ വേദനയാണല്ലോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ഈ മരണത്തിന്റെ വേദന രുചിക്കാനുള്ളതാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരു ബ്ലേഡ് കൊണ്ടൊന്ന് മുറിയായാൽ നമുക്ക് 4 ദിവസത്തിന്റെ വേദന ഉണ്ടാവില്ല. ഒരു ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് മുറിയായാൽ മൂർച്ചയുള്ള ഒരു വാൾ ഉപയോഗിച്ച് 300 വെട്ട് ഒരാളുടെ ശരീരത്തിൽ വെട്ടിയാൽ എത്രത്തോളം വേദന ഉണ്ടാകുമോ അത്രത്തോളമാണ് ഒരാളുടെ ശരീരത്തിലെ മരണത്തിന്റെ വേദന എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ചില ആളുകളുടെ മരണത്തിന്റെ ഘട്ടത്തിൽ അവരുടെ അടുത്തേക്ക് ഒരു ഹാജറാണ്. നല്ല ആളുകൾക്ക് അതുവരെ ചെയ്ത നല്ല അമലുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, സ്വർഗം കാണിച്ചു കൊടുക്കും, സ്വീകരിക്കാൻ റഹ്മത്തിന്റെ മലക്കുകൾ വരും. ആ ഘട്ടത്തിൽ ഇത്രയൊക്കെ വേദന ഉണ്ടെങ്കിലും
ആ ഘട്ടത്തിൽ നല്ല ആളുകളാണെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഭൂതിയിൽ മുത്തുനിബിതങ്ങളുടെ സാന്നിധ്യത്തിൽ റഹ്മത്തിന്റെ മലക്കുകളുടെ അർവാഹുകളുടെ സാന്നിധ്യത്തിൽ ഇത്രയൊക്കെ വേദനയുണ്ടെങ്കിലും അത് മറന്നുപോകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. മരണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കുറേ പ്രയാസങ്ങളുണ്ട്, കുറേ കാഴ്ചകൾ കാണാനുള്ള സമയമാണ് മരണത്തിന്റെ ഘട്ടം. നമ്മൾ അനുഭവിക്കാത്ത ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം അവിടുത്തെ തദ്കിറയിൽ രേഖപ്പെടുത്തുന്നു, ഒരാൾ മരണപ്പെടുമ്പോൾ അവരുടെ സമീപത്ത് രണ്ട് ശൈത്താന്മാർ അവരുടെ അടുക്കിലേക്ക് വരും. ഒരാൾ മരിക്കുമ്പോൾ രണ്ട് ശൈത്താന്മാർ വരും. എന്നിട്ടോ ഒരു ശൈത്താൻ അവന്റെ താഴ്താൻ യമീനി, അവന്റെ വലതുഭാഗത്തിരിക്കും ഒരു ശൈത്താൻ, വല്ലാഹിറു അൻ ശിമാലിഹി, മറ്റേ ശൈത്താൻ അവന്റെ ഇടതുഭാഗത്തിരിക്കും. ഈ രണ്ട് ശൈത്താന്മാരുടെ രൂപം എങ്ങനെയാണ്? വലതുഭാഗത്തിരിക്കുന്ന ശൈത്താൻ അലാ സിഫത്തി അബീഹി, ആ മരിക്കുന്നവന്റെ വാപ്പാന്റെ രൂപത്തിലാണുള്ളത്. ഇടതുഭാഗത്തിരിക്കുന്ന ശൈത്താനോ ഈ മരിക്കുന്നവന്റെ ഉമ്മയുടെ രൂപത്തിലാണുള്ളത്. എന്നിട്ട് വലതുഭാഗത്തിരിക്കുന്നവന്റെ ഉപ്പാന്റെ രൂപത്തിലുള്ള ശൈത്താൻ അവനോട് പറയുന്നൊരു വർത്തമാനം, യാ ബുനയ്യ ഇന്നി കുന്തു അലൈക ശഖീഖൻ വലക മുഹിബ്ബാ, മോനെ ഞാൻ നിന്നോട് വലിയ വാത്സല്യമുള്ളവനല്ലേ, എനിക്ക് നിന്നെ നല്ല ഇഷ്ടമല്ലേ എന്ന് മകനെ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് വലാകിൻ മുത് അലാ ദീനിൻ നസ്വാറാ, നീയും നസ്രാനിയായിട്ട് മരിച്ചോ മോനെ. ആ നസ്രാനിയായി മരിക്കുന്നത് എന്തിനാണ്? ഫഹുവ ഖൈറുൽ അദിയാൻ, ക്രിസ്തീയ മതമാണ് മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മതം, അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് മരിച്ചോ മോനെ എന്ന് നമ്മുടെ ഉപ്പാന്റെ രൂപത്തിൽ വന്ന ശൈത്താൻ മരിക്കുന്ന ഘട്ടത്തിൽ നമ്മളോട് പറയും. നമ്മുടെ ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ട്, മരണപ്പെട്ടുപോയ ഉപ്പാന്റെ രൂപത്തിൽ ഉപ്പാനെ ഇങ്ങനെ നേരിട്ട് നമ്മൾ കാണുമ്പോ ആ ഉപ്പ പറയുന്നത് നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി ഇടതുഭാഗത്തിരിക്കുന്ന ശൈത്താൻ ഉമ്മയുടെ രൂപത്തിലാണ്. ഉമ്മ പറയുന്നത്, യാ ബുനയ്യ ഇന്നഹു കാന ബത്നി ലക ബിആ, എന്റെ പൊന്നുമോനെ നിനക്ക് എന്റെ ഗർഭപാത്രം ഒരു പാത്രമായിരുന്നല്ലോ, എന്റെ ഗർഭപാത്രത്തിലായിരുന്നല്ലോ നീ കിടന്നത്. എന്റെ രണ്ട് മുലകളും നിനക്ക് പാനപാത്രമായിരുന്നല്ലോ, എന്റെ രണ്ട് മുലകളിൽ നിന്നാണല്ലോ നീ കുടിച്ചത്. അങ്ങനെ സ്നേഹത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ട് ഉമ്മ പറയുന്നത്, വലാകിൻ മുത്ത് അലാ ദീനിൽ യഹൂദ് വഹുവ ഖൈറുൽ അദിയാൻ, മോനെ യഹൂദിയായിട്ട് മരിച്ചു പോയിക്കോ, മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മതം അത് യഹൂദ മതമാണ്, അങ്ങനെ മരിച്ചോ മോനെ. വലതുഭാഗത്ത് നിന്ന് നമ്മുടെ ഉപ്പയും ഇടതുഭാഗത്ത് നമ്മുടെ ഉമ്മയും ഇങ്ങനെ പറയുമ്പോ ആ വെപ്രാളത്തിൽ പറയുന്നത് ഉപ്പയല്ലേ, പറയുന്നത് ഉമ്മയല്ലേ, അവർ ഇതുവരേക്കും നമുക്ക് ദോഷമായതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് നല്ലത് മാത്രമല്ലേ അവർ ഇത്രയും നാൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആലോചിച്ച് അത് നമ്മളങ്ങ് കേട്ടുപോയാൽ എന്റെ മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ സമയത്ത് നമുക്ക് അനുഭവിക്കാനുള്ള രംഗമാണ്. ഉപ്പയല്ലേ പറയുന്നത്, ഉമ്മയല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന നിമിഷം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഇബ്ലീസുൽ ലഈൻ വരുന്ന കോലമാണ്. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണ്ടേ? വലിയ മഹാരഥന്മാരായ ആളുകൾ വരെ ഈ രംഗം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആരാണ്? ലോകത്തെ ഏറ്റവും വലിയൊരു തഫ്സീറിന്റെ ആധികാരികമായ ഗ്രന്ഥം തഫ്സീറുൽ കബീർ നമുക്ക് നൽകിയ മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. തഫ്സീറുൽ കബീർ അറിയാത്തവരല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്, നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ. തഫ്സീറുൽ കബീറിന്റെ രചയിതാവാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും
ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം തഫ്സീറുൽ കബീർ ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കോളേജിലും തഫ്സീറുൽ കബീർ ചർച്ച ചെയ്യാനിരിക്കുന്നില്ല. ഒരു മുതഅല്ലിമും ദർസ് കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കുമ്പോഴേക്ക് തഫ്സീറുൽ കബീർ ഒരു വട്ടമെങ്കിലും പാരായണം ചെയ്യാത്തവരായിട്ടുണ്ടാവില്ല. അത്രയും വലിയ ഗ്രന്ഥത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയം, ബഹുമാനപ്പെട്ടവരുടെ മരണസമയത്തെ പറ്റി ശിഷ്യന്മാർ പഠിപ്പിക്കുകയാണ്. വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ്. ആ മരണത്തിന്റെ ഘട്ടത്തിൽ മഹാനവരുടെ മുഖം വിവർണമാകുന്നു. ചുറ്റുഭാഗത്തു നിന്ന് ശിഷ്യന്മാരിങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നത്, ലാ അഖൂലു ഹഖദാ, ഞാൻ അപ്രകാരം പറയൂല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ഘട്ടത്തിൽ ശിഷ്യന്മാരിങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ തിരിച്ചിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ സമയത്തിനു ശേഷം വിവർണമായ മുഖം പഴയ പോലെയായി. ബഹുമാനപ്പെട്ട ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി ലോകത്തു നിന്ന് യാത്രയാകുന്നു. ശിഷ്യന്മാർക്ക് വല്ലാത്തൊരു ബേജാറ്. എന്തായിരിക്കും ആദ്യഘട്ടത്തിൽ കലിമ ചൊല്ലിക്കൊടുത്തപ്പോ ഞാൻ എങ്ങനെ പറയൂല എന്ന് ഉസ്താദ് പറഞ്ഞത്? ഇത് ശിഷ്യന്മാരിങ്ങനെ ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ മുഅ്മിനീങ്ങളെ 2 ദിവസത്തിനുള്ളിൽ ഉസ്താദ് അവരുടെ സ്വപ്നത്തിൽ കാണുകയാണ്. ശിഷ്യന്മാർ ഈ കാര്യം ചോദിച്ചു ഉസ്താദിനോട്. അപ്പോൾ പറഞ്ഞ മറുപടി, ഞാൻ മരിക്കുന്ന നേരം എന്റെ അടുക്കലേക്ക് ഇബ്ലീസുൽ ലഈൻ എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, മോനെ, ഈ മതത്തിൽ നിന്ന് നീ രാജിവെക്കണം. ഏറ്റവും നല്ല മതം അത് നസ്വാറാക്കളുടെ ക്രിസ്തീയ മതമാണെന്ന് പറയണം. ഏറ്റവും നല്ല മതം യഹൂദ മതമാണെന്ന് പറയണം. അത് പറഞ്ഞപ്പോൾ അത് ഇബ്ലീസുൽ ലഈനാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ലാ അഖൂലു ഹഖദാ, അപ്രകാരം ഞാൻ പറയൂല എന്ന് ഇബ്ലീസുൽ ലഈനോട് പറഞ്ഞതാണ്. ദീർഘനേരത്തെ ഫൈറ്റിനൊടുവിൽ ഇബ്ലീസുൽ ലഈനെ എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോ ഈ ലോകത്ത് ദീനിന്റെ വഴിയിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ വലിയ മഹത്തുക്കളായ ഇമാമിങ്ങളുടെ സമീപത്തേക്ക് പോലും ഇബ്ലീസുൽ ലഈൻ വസ്വാസ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ദീനിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ദീനിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ വല്ലതുമുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ മുന്നിൽ വെക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ അടുക്കിലേക്ക് എന്തായാലും വരുന്ന ഉറപ്പാണല്ലോ. ആ സമയത്തും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇബ്ലീസുൽ ലഈനിന്റെ ശർറിൽ നിന്ന് നമ്മളെയൊക്കെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ മരണത്തിന്റെ ഘട്ടം അത് വല്ലാത്തൊരു പ്രയാസമുള്ള ഘട്ടമാണ്. പലതും അനുഭവിക്കേണ്ട ഘട്ടമാണ്. മരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്കുള്ള പരിഹാരം മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. മരണത്തെ ആഗ്രഹിക്കുകയും എന്തെങ്കിലും ചെറുത് SSLC പരീക്ഷയിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതെയായപ്പോൾ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. പ്രണയിച്ച കാമുകനെ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. എന്തോ ഒരു ചെറിയ പ്രശ്നം അത് പുറത്താരും അറിഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ മരണത്തെ വരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വേറെ ദിവസത്തിൽ അതിന്റെ വിഷയങ്ങൾ പറയുന്ന ആളുകൾ പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തലമുറയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കാരുണ്യം കൽവിലില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തുപോയി. ചെറിയ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് വരെ കാരുണ്യം പൂർണ്ണമായി നീക്കപ്പെട്ടൊരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് നമ്മുടെ സംഘടനയും SSF-ഉം ഒക്കെ എന്തിനാണ്, SSF കൊണ്ടുള്ള ആവശ്യകത എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ. SSF എന്തിനാണ്? SSF പോലെയുള്ള സംഘടനകളിൽ നമ്മുടെ മക്കൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? എൻ്റെ മകൻ SSF-കാരനാണെങ്കിൽ
തന്റെ മകൻ എസ്എസ്എഫുകാരനാണെങ്കിൽ ഒരു ഉമ്മാക്ക് ധൈര്യമായി തന്റെ വീട്ടിൽ കതക് കുറ്റിയിടാതെ കിടന്നുറങ്ങാൻ കഴിയും. ആ മകന്റെ കൈ കൊണ്ട് കൊല ചെയ്യപ്പെടേണ്ടി വരുമോ എന്നൊരു ഉമ്മ പേടിക്കേണ്ടി വരില്ല. ഒരു ഉപ്പാക്കും താൻ സമ്പാദിച്ച സമ്പാദ്യം അത് തന്റെ മക്കൾ അനാവശ്യമായി ദൂർത്തടിച്ച് ചെലവഴിച്ചു പോകുമോ എന്ന് എസ്എസ്എഫുകാരനായ ഒരു മകന്റെ ഉപ്പാക്കും പേടിക്കേണ്ടി വരില്ല. ഈ മകന്റെ കൈ കൊണ്ട് കൊല ചെയ്യപ്പെടേണ്ടി വരുമോ എന്ന് പേടിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് ഇന്ന് മാതാപിതാക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി എസ്എസ്എഫുകാരനാണെങ്കിൽ ആ അധ്യാപകനെ ഈ വിദ്യാർത്ഥിയുടെ കരങ്ങൾ കൊണ്ട് ഞാൻ വധിക്കപ്പെടേണ്ടി വരുമോ, ഈ വിദ്യാർത്ഥി എന്റെ മുന്നിൽ വന്ന് ഖരാവോ വിളിക്കുമോ, എന്നെ എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കുമോ, സ്കൂൾ അടിച്ചു തകർക്കുമോ എന്ന് അധ്യാപകന് പേടിക്കേണ്ടി വരില്ല. തന്റെ മുന്നിലെ തന്റെ വിദ്യാർത്ഥി എസ്എസ്എഫുകാരനാണെങ്കിൽ, തൊട്ടടുത്തിരിക്കുന്ന തന്റെ സഹപാഠി എസ്എസ്എഫുകാരനാണെങ്കിൽ, ആ എസ്എസ്എഫുകാരനായ തന്റെ സഹപാഠിയുടെ കൈ കൊണ്ട് തലക്കടിയേറ്റ് തലച്ചോറ് പൊട്ടി ഞാൻ മരണപ്പെടേണ്ടി വരുമോ എന്ന് തന്റെ കൂടെ ഇരിക്കുന്ന ഒരു സഹപാഠിക്കും പേടിക്കേണ്ടി വരില്ല. അതിനാണ് നമ്മുടെ മക്കളെ എസ്എസ്എഫിലേക്കും നമ്മുടെ സുന്നി സംഘടനകളിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. മാതാപിതാക്കളോട് എങ്ങനെ ബഹുമാനം കാണിക്കണം. അത് ചോദിച്ചാൽ കോഴിക്കോട് തന്റെ ഭാര്യയെ അടിമയായ യുവാവ് കഴുത്തറുത്ത് വെട്ടിനുറുട്ടി കൊന്നുകളഞ്ഞിരിക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് കോഴിക്കോട് 60 രോഗിയായ തന്റെ ഉമ്മയുടെ ശരീരത്തിലേക്ക് വെട്ടുകത്തി ആഴ്ത്തിയിറക്കി ഒരു മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. വെഞ്ഞാറമൂട് ഒരു കുടുംബത്തിൽ 5 പേരെ, തന്റെ അനിയനെയും ഉപ്പയുടെ ജ്യേഷ്ഠനെയും വെല്ലുമ്മയെയും അടക്കം 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു. അതിദാരുണമായ കൊലപാതകങ്ങൾക്കു ശേഷവും മീഡിയകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് ഒരു കൂസലുമില്ലാതെ പുതിയ സമൂഹം ഇങ്ങനെ ധൈര്യസമേതം നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുക? ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞിരിക്കുന്നു. തന്റെ സഹപാഠിയുടെ തലയിലേക്ക് കല്ലുകൊണ്ട് അടിച്ച് തലച്ചോറ് പുറത്തു വരുന്ന രൂപത്തിൽ തലച്ചോറ് ചതഞ്ഞ് ആ സഹപാഠി മരണപ്പെടുമ്പോഴും വാട്സപ്പിൽ പരസ്പരം വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ മക്കളുടെ കരം കൊണ്ട് മരണപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെ ആരെയും എത്തിക്കാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നല്ല സംഘടനകളിൽ, നല്ല സംഘങ്ങളിൽ ചേർത്ത് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്പം അങ്ങോട്ട് പോയെങ്കിലും ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതു സമയത്തും നമ്മുടെ മക്കൾ നമ്മുടെ കൈവെള്ളയിൽ നിന്ന് പോകാനുള്ള ഒരു സാഹചര്യം ചുറ്റുപാടുകളിലുമുണ്ട്. ഏതു സമയത്തും നമ്മുടെ മക്കൾ മറ്റുള്ളവരോടൊപ്പം പോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനെ തടയിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞു വന്നത്, മരണത്തിന്റെ ഘട്ടം വലിയ മഹാരഥന്മാരായ ആളുകൾ വരെ ഇവരാണ്. അതിൽ നിന്ന് അവരുടെ ഈമാൻ കൊണ്ട്, അവർ ദീനിനു ചെയ്ത സേവനങ്ങൾ കൊണ്ട് അവർ രക്ഷപ്പെട്ടുവെങ്കിൽ നമുക്ക് എന്താണ് മുന്നിൽ വെക്കാനുള്ളത്? നമ്മൾക്ക് അത്തരത്തിൽ ഉറപ്പുള്ളൊരു ഈമാൻ മുന്നിൽ വെക്കാൻ കഴിയണം. ഉറപ്പുള്ളൊരു അമൽ മുന്നിൽ വെക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മുഅ്മിനീങ്ങളായ ആളുകളൊക്കെയും മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ മഹത്തുക്കളും ദുആ ചെയ്തത്, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ബുദ്ധി നൽകിയത് അമ്പിയാക്കൾക്കാണ്. അമ്പിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്. അമ്പിയാക്കളിൽ പ്രമുഖനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും നടത്തിയിരുന്ന ഒരു ദുആ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹ് എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണേ. ഇത് നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാൻ കഴിയണം. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇമാമികൾ ധാരാളം ദുആകൾ നമ്മെ പഠിപ്പിച്ചു. ഈമാൻ സലാമത്താകാൻ, ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റിയ ദുആ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദുആയെ പതിവാക്കണം എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കാൻ. എങ്ങനെയെങ്കിലും ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്യണം. ഹദ്ദാദ് റാത്തിയുടെ ജീവിതത്തിൽ പതിവാക്കണം. ഹദ്ദാദ് റാത്തിന്റെ മഹത്വം പറയുന്നിടത്ത് കാണാം,
ഒരാൾ ഹദ്ദാദ് റാത്തീബ് പതിവാക്കിയാൽ അതിലെ ദിക്റുകൾ ഓരോന്നും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ വെച്ചിട്ടുള്ളത് അവസാനം ആഖിബത്ത് നന്നാവാൻ ആവശ്യമായ ദിക്റുകളാണ്. അതിന്റെ സമാഹാരമാണ് വിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ആ ദിക്ർ എത്തുമ്പോൾ അത് 7 തവണ നമ്മൾ ചൊല്ലുന്നു. കാരണം ഹദ്ദാദ് റാത്തീബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ഞങ്ങളെ ഈ ദീനുൽ ഇസ്ലാമിലായി മരിപ്പിക്കണേ. ഇതിനു വേണ്ടിയാണ് ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കുറഞ്ഞ സമയം നമ്മൾ ഓരോ ദിവസവും ചെലവാക്കിയാൽ ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ നമുക്ക് തന്നെയുണ്ട്. അതിന് കൂടുതൽ സമയമൊന്നും ചെലവഴിക്കണമെന്നില്ല. നല്ല നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ജീവിതത്തിലെ ഓരോ ദിവസത്തിലെയും കുറഞ്ഞ സമയം എനിക്കൊന്ന് ഈമാനോടുകൂടി മരിക്കണം എന്ന ലക്ഷ്യത്തിൽ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത് ഇന്ന് മരണത്തെ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നൊരു കാലമാണ്. ചെറിയ കുട്ടികൾ വരെ അവർക്കുള്ള പരിഹാരമായി കാണുന്നത് മരണമാണ്. ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും മരിക്കാന്ന് പാടില്ല. ചിലപ്പോൾ ഇങ്ങനെ വർത്തമാനത്തിലൊക്കെ പ്രതിസന്ധി രോഗങ്ങൾ നീങ്ങും. നമ്മൾ അവസാന ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഒരു ജീവൻ അത് തിരിച്ചെടുക്കാൻ അല്ലാഹുക്ക് മാത്രമേ അധികാരമുള്ളൂ. നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മഹത്യയെ സംബന്ധിച്ച് വിശാലമായ ഒരു ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവും അല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. മൻ തറദ്ദ മിൻ ജബലിൻ, ആരെങ്കിലും ഒരു പർവതത്തിന്റെ മുകളിൽ നിന്ന് വീണ് ആത്മഹത്യ ചെയ്താൽ, ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്താൽ, അങ്ങനെ അയാൾ മരണപ്പെട്ടാൽ فهو في نار جهنم يتردى فيه خالدا مخلدا فيها أبدا. അയാൾ നരകത്തിൽ എങ്ങനെയാണ് അയാൾക്കുള്ള ശിക്ഷയുള്ളത്? ഇതുപോലെ നരകത്തിൽ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന്, ഉയരങ്ങളിൽ നിന്ന്, കെട്ടിടങ്ങളിൽ നിന്ന് വീണ് മരിച്ചയാളാണെങ്കിൽ ആ ഉയരങ്ങളിൽ നിന്ന് അയാൾ നരകത്തിൽ നിന്ന് വീഴുന്നു. എന്നിട്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. വീണ്ടും അയാൾക്ക് അല്ലാഹു ജീവൻ തിരിച്ചു നൽകുന്നു. ഇങ്ങനെ കാലാകാലം നരകത്തിൽ ഓരോ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. വിഷം കുടിച്ച് മരിച്ചയാളാണെങ്കിൽ, തീയിൽ വീണ് മരിച്ചയാളാണെങ്കിൽ, ആയുധം ശരീരത്തിൽ ഇറക്കിയിട്ട് സ്വയം മരണം വരിച്ച ആളാണെങ്കിൽ, അയാൾ എങ്ങനെയാണോ മരിച്ചതെങ്കിൽ അതേ രൂപത്തിൽ നരകത്തിൽ അല്ലാഹു ശിക്ഷയായി നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് മരണത്തെ ആഗ്രഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് എനിക്ക് മരണം പേടിയില്ല എന്ന് പറയാൻ കഴിയുക? ഈ മരിച്ചാലെല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണോ നമ്മൾ? മരിച്ചാൽ മരണത്തിന്റെ ഭയാനകതകൾ ചിലതൊക്കെയും നമ്മളിവിടെ പറഞ്ഞു. അതൊക്കെയും അനുഭവിക്കുന്നതിന് പുറമേ മരിച്ചാൽ പിന്നെ നമുക്ക് ചെന്ന് കിടക്കാനുള്ള സ്ഥലം അത് ഖബറാണ്. അവ്വൽ മൻസിലുൻ ഫീ മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ വീടുകളിൽ നിന്ന് ആദ്യത്തെ വീട് അത് ഖബറാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇവിടുത്തെ മരണം മോശമായ മരണമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഖബറിൽ രക്ഷപ്പെടുക? ഖബറിന്റെ അവസ്ഥകളെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പണ്ടൊക്കെ പാതിരാ വഅദുകളിൽ ഖബർ നമ്മൾ കേട്ടിരുന്നപ്പോ ഒരുപാട് ഖബറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ഈ കാണുന്ന സൗകര്യങ്ങളോടുകൂടിയുള്ള കിടത്തം അത് ഖബറിൽ നമുക്ക് പറ്റൂലല്ലോ. ഖബറിന്റെ അവസ്ഥകളൊക്കെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഖബറിലേക്ക് നമ്മളെന്ന് വെക്കപ്പെടുമ്പോഴേക്ക് ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം
കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് അവരിന്റെ അവസ്ഥകളെ പറ്റി ഇങ്ങനെ നമ്മൾ കുറെ കേട്ടിട്ടില്ലേ? ഇതൊക്കെയും അനുഭവിക്കാനുള്ള കരുത്തുകൊണ്ടാണോ നമ്മൾ പറയുന്നത് മരിച്ചാലും എനിക്ക് പേടിയില്ല എന്ന്? മരണത്തെ എങ്ങനെയാണ് നമുക്ക് പരിഹാരമായി കാണാൻ കഴിയുന്നത്? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, മരണം അത് സാന്ദർഭികവസാനം നമ്മൾ ആലോചിക്കുന്ന തരത്തിൽ സുഖമുള്ള ഏർപ്പാടല്ല. മരണത്തിന് ശേഷമുള്ള ജീവിതവും സുഖകരമല്ല. ആ മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതവും സുഖകരമാകണോ? ദുനിയാവിൽ അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ശരീരം ആരെങ്കിലും ഒക്കെ കാണാനുള്ളതല്ല. നാളെ ചിതലും പുഴുക്കളും തിന്നാൻ വേണ്ടി സമരം കൂട്ടുന്ന ശരീരമാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഇന്ന് നമുക്കെല്ലാ സൗകര്യത്തിന്റെ വിശാലത എത്ര കൂട്ടിയാലും നമുക്ക് മതിയാകൂലെങ്കിൽ നാളെ നമുക്ക് കിടക്കാനുള്ള ലോകം അത് ഞെരുക്കമുള്ള ലോകമാണ്. അവിടെയും ഈ വിശാലത നമുക്ക് കിട്ടണമെങ്കിൽ ഈ ദുനിയാവിൽ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം. ഈ കബർ കണ്ടിട്ട് കരഞ്ഞവരല്ലേ മഹാരഥന്മാരെല്ലാം? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഈ കബറിങ്ങനെ കാണുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരയുകയാണ്. കൂടെയുള്ളവരുടെ ചോദ്യം, സ്വഹാബത്ത് കൂടെയുള്ളവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? സ്വർഗത്തിലാണെന്ന് ഉറപ്പാണല്ലോ. മുത്തുനബി തങ്ങളുടെ 2 പെൺമക്കളെയല്ലേ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത്? സ്വർഗം ആലോചിച്ച് നിങ്ങൾ കരയേണ്ടതില്ല, നരകത്തെ പേടിച്ചും നിങ്ങൾ കരയേണ്ടതില്ല. പിന്നെ എന്തിനാണ് ഖബർ കാണുമ്പോൾ നിങ്ങൾ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, സ്വർഗം പിന്നെയല്ലേ, ആദ്യം ഈ ഖബറിൽ കിടക്കണമല്ലോ. സ്വർഗത്തിലെത്തുമെന്നുറപ്പാണെങ്കിലും അതിന്റെ മുന്നിൽ ഈ ഖബറിലൊന്ന് കിടക്കണമല്ലോ എന്ന് പറഞ്ഞവരാണ് നമ്മുടെ മുൻഗാമികളെല്ലാം. അതുകൊണ്ട് മരണം നമുക്ക് നന്നാവണം, ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം. മരണത്തിന്റെ സമയത്ത് വലിയ മഹാരഥന്മാരൊക്കെയും ചിന്തിച്ചത്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ മരണത്തിന്റെ ഘട്ടത്തിലാണ്. അവിടുന്ന് ഇങ്ങനെ കരയുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യം സഫരീ ത്വീൽ വസാദീ ഖലീൽ. എനിക്ക് യാത്രയാകാനുള്ള എന്റെ യാത്രയുണ്ടല്ലോ, അത് ദീർഘമേറിയതാണ്. പക്ഷേ ഈ ദീർഘമേറിയ യാത്രക്ക് വേണ്ടി ഞാൻ പോകുമ്പോഴും എന്റെ കയ്യിൽ ഒരുക്ക് സാധനങ്ങളൊന്നുമില്ലല്ലോ. പറയുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യാത്ര ദീർഘമേറിയ യാത്രയാണ്. ദുനിയാവിലെ ചുരുങ്ങിയ കാലയളവ് കഴിഞ്ഞു. ഇനി ഖബറും മഹ്ശറും ഒക്കെ ദീർഘമേറിയ യാത്രയാണ്. അതിലേക്ക് പോകുമ്പോ വസാദീ ഖലീൽ, എന്റെ കയ്യിൽ ഒരുക്കു സാധനങ്ങൾ കുറവാണല്ലോ എന്നാലോചിച്ച് വഫാത്തിന്റെ സമയത്ത് കരയുകയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ആ ഘട്ടം നമുക്കും വരാനുണ്ട് എന്ന ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. എന്തെങ്കിലുമൊക്കെ മരണത്തിന്റെ സമയത്ത് രക്ഷപ്പെടാനുള്ളത് നമ്മൾ ചെയ്യണം. ഖബറിൽ രക്ഷപ്പെടാനുള്ളത് നമ്മൾ ചെയ്യണം. ഖബറും മഹ്ശറും അത് കഴിഞ്ഞ് സിറാത്തും ഒക്കെ കടന്നിട്ടാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനുള്ളത്. ആദ്യം മരണ സമയത്ത് രക്ഷപ്പെടണം, ഖബറിൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി ഹബീബായ തങ്ങൾ സൂറത്തുൽ മുൽക്ക് ദിയേന പാരായണം ചെയ്യാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ സജദ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സബഉൽ മുൻജിയാത്തിന്റെ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നൂറുൽ ഈമാൻ അതിനു വേണ്ടിയുള്ളതാണ്. ഹദ്ദാദ് റാത്തീബ് അതിനു വേണ്ടിയുള്ളതാണ്. ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അതിനു വേണ്ടിയുള്ളതാണ്. മരിക്കുന്ന സമയത്തും നമ്മൾ ചോദിക്കുന്ന ഒരു സന്ദർഭം, നമ്മൾ യാചിക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിൽ വരുന്ന ഘട്ടം. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ യാചിക്കുന്ന ഒരു സന്ദർഭം, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതിന്റെ മുമ്പ് നമ്മളെല്ലാം യാചിക്കുന്ന ഒരു സന്ദർഭം, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരൽപ സമയം, ഒരു സെക്കൻഡ് സമയം എനിക്കൊന്ന് പിന്തിച്ചു നൽകണേ. എന്റെ റൂഹിനെ
പിടിക്കാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോ, നമ്മൾ ഓരോരുത്തരും മലക്കുൽ മൗത്തിനെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കും, എന്റെ റൂഹിതാ പിടിക്കുന്നു, എന്റെ ജീവനിതാ പോകുന്നു, ഞാനിതാ ഭൂമിലോകത്തുനിന്ന് യാത്രയാകുന്നു, ഞാനിതാ മരിക്കുന്നു, എനിക്കിനി ഭൂമിയിൽ താമസിക്കാൻ സമയമില്ല, എനിക്കിനി ഭൂമിയിൽ അല്ലാഹു ആയുസ്സ് തരുന്നില്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നൊരു ഘട്ടം മലക്കുകളോട് നമ്മൾ പറയുമത്രേ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എനിക്കൊരു സെക്കൻഡ് സമയമൊന്ന് പിന്തിച്ചു തരുമോ, ഒരു സെക്കൻഡ് സമയമൊന്ന് നൽകുമോ? അതുവരേക്കും നമ്മൾ ഈ സമയത്തിൽ അശ്രദ്ധ കാണിച്ചവരാണ്. എത്രയോ സെക്കൻഡുകൾ നമുക്ക് തന്നു, എത്രയോ ആയുസ്സ് അല്ലാഹു നമുക്ക് തന്നു, എത്രയോ രാപ്പകലുകൾ അല്ലാഹു നമുക്ക് തന്നു. ഈ സെക്കൻഡാണ് നമ്മൾ യാചിക്കുന്നത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഖരീബ് എന്നാൽ കുറച്ചു സമയം, കുറച്ചു സെക്കൻഡ്. ആ സെക്കൻഡ് കൊണ്ട് എനിക്ക് നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കാൻ കഴിയുമോ? ആ നിസ്കരിക്കാനുള്ള സമയമൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു ഹജ്ജ് ചെയ്യാനുള്ള സമയം വേണോ? അതും വേണ്ട. ഒരു നോമ്പനുഷ്ഠിക്കാനുള്ള സമയം വേണോ? അതും വേണ്ട. എനിക്കാകെ വേണ്ട സമയം എത്രയാണ്? ആ സെക്കൻഡ് സമയം തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്തോളാം റബ്ബേ. ആ സ്വതക്ക കൊടുത്തിട്ട് സ്വാലിഹീങ്ങളിലൊന്ന് ഉൾപ്പെടാനാണ്. അങ്ങനെ ഒരു സെക്കൻഡ് സമയം, ഒരു രൂപ സ്വതക്ക കൊടുക്കാനെങ്കിലുമുള്ളൊരു സമയം എനിക്ക് തരണേ അല്ലാഹ് എന്ന് ഞാനും നിങ്ങളും മലക്കുൽ മൗത്തിന്റെ മുന്നിൽ വെച്ച് റബ്ബിനോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ ഒരു സമയം നമുക്കൊക്കെയും വരാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വലിയ നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, ആ സമയത്തിന് എത്ര ചോദിച്ചാലും എങ്ങനെ അടിച്ചാലും ഒരു സെക്കൻഡ് സമയം അല്ലാഹു അനുവദിക്കുമോ? അതില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോ നമുക്ക് ഉള്ളതിനനുസരിച്ച് നമ്മുടെ ചെലവാക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ സംഘടനകളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വരും, പള്ളിയുടെ ആവശ്യം. അപ്പോഴൊക്കെ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കാതെ ചെലവഴിക്കാതെ ഇങ്ങനെ മാറ്റിവെച്ചിട്ട് അവസാനം മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് ഞാൻ കൊടുത്തോളാം, ഒരു സെക്കൻഡ് തരുമോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടൊരു പ്രയോജനവുമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് നൽകിയ വസിയ്യത്ത് എന്താണ്? ഈ ലോകം ഭരിച്ച, രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് നൽകിയ വസിയ്യത്ത്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടത് കഫം പുടവക്ക് പുറത്തേക്ക് എന്റെ കൈകൾ രണ്ടും തൂക്കിയിട്ടുകൊണ്ടാണ്. കാരണം എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ വഴിവക്കിൽ നിന്നുകൊണ്ട് ഹാറൂൻ റഷീദിന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെന്നറിഞ്ഞ് കാണാൻ വരുന്ന ആളുകൾ, എന്റെ മയ്യത്ത് അനുഗമിക്കുന്ന ആളുകൾ ഈ രണ്ട് കൈയും ഇങ്ങനെ പുറത്തേക്ക് മലർക്കം തുറന്നു വെച്ചത് കാണുമ്പോ ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി ഒന്നും കൊണ്ടുപോകാതെയാണല്ലോ ഇവിടുന്ന് പോകുന്നത്, ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ലല്ലോ എന്നെ ജനാസ കണ്ടുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് മരണപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. മഹദിയാവുന്ന നഫീസത്തുൽ ബിസ്രിയ റളിയല്ലാഹു അൻഹ അറിയൂലേ, ഈ മാസം റമദാൻ 15-നാണ് അവിടുത്തെ വഫാത്ത്. വീട്ടിൽ ഒരു ഖബർ കുഴിച്ചു വെച്ചു. എന്നിട്ട് ഖബറിൽ ഇറങ്ങിയിരുന്ന് 6000-ഓളം ഖത്മുകളാണ് മരിക്കുന്നതിന് മുമ്പേ ഓടി വെച്ചത്. അത് ഖബറിൽ വെളിച്ചം കിട്ടാനാണ്. ഇങ്ങനെ ഖബറിൽ ഒന്ന് വെളിച്ചം കിട്ടാൻ, മരിക്കുമ്പോൾ ഒന്ന് ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ അല്പം സമയം കണ്ടെത്തണ്ടേ? നമ്മുടെ സമ്പത്തിൽ നിന്ന് അതിനുവേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്തത് മുഴുവനും അങ്ങനെ രക്ഷപ്പെടാനുള്ള അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ.